ആരിഫ് മുഹമ്മദ് ഖാൻ പോയതിൽ സന്തോഷിച്ച സഖാക്കൾക്ക് സന്തോഷത്തിന് വകയില്ല. ചുമതല ഏറ്റെടുത്ത ആദ്യ ദിനമായ ഇന്നലെ തന്നെ സർക്കാരിന്റെ നീക്കം തടുത്ത് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പണി തുടങ്ങി. ഗവർണറുടെ സുരക്ഷാ വലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ വെച്ച സർക്കാർ തീരുമാനമാണ് ഗവർണർ തിരുത്തിയത്. ഇതിനായി DGPയുടെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് വിശ്വസ്തരായിരുന്ന ഈ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനുള്ള നീക്കമാണ് ഇതോടെ നടപ്പാകാതെ പോയത്. ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതി ഗവർണറുടെ പക്കൽ എത്തിച്ചതെന്നാണ് വിവരം. തുടർന്ന് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഗവർണർ ഈ നീക്കത്തിന് പിന്നിലുള്ള ലക്ഷ്യത്തെപ്പറ്റി സംശയത്തിലായി. തുടർന്ന് മനോജ് എബ്രഹാമിനെ കാണാൻ താൽപര്യം പ്രകടിപ്പിക്കുകയായിരുന്നു. ഗവർണറുടെ ആവശ്യം അദ്ദേഹം അപ്പോൾ തന്നെ അംഗീകരിക്കുകയും ചെയ്തു. കലഹത്തിന്റെ കോളിളക്കമുണ്ടാക്കിയ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം രാജേന്ദ്ര അർലേക്കർ കേരള ഗവർണറായി എത്തുമ്പോഴും ആശങ്കയോടെയാണ് സഖാക്കൾ. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ സർവകലാശാല വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട് ബീഹാർ സർക്കാരുമായി പോരടിച്ചാണ് ആർലേക്കറുടെ വരവ്. ആരിഫ് മുഹമ്മദ് ഖാൻ BJPയോടും സംഘപരിവാറിനോടും അനുഭാവമുള്ളയാളായിരുന്നെങ്കിൽ ആർലേക്കർ BJP നേതാവും RSSുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. അതിനാൽ കേരളത്തിലേക്കുള്ള ആർലേക്കറിന്റെ വരവിന് ഏറെ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഗോവ സ്വദേശിയായ ആർലേക്കർ BJP രൂപം കൊണ്ട 1980 മുതൽ പാർട്ടിയുടെ ഭാഗമാണ്. BJP ഗോവ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. സത്യാഗ്രഹം കൊണ്ടല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിലെ ആയുധം കണ്ടാണ് ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടതെന്ന് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഈയിടെ നടത്തിയ പ്രസ്താവനയും വിവാദമായിരുന്നു. സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് അച്ചടക്കം ഉറപ്പാക്കാൻ 2 വർഷത്തെ പട്ടാള സേവനം നിർബന്ധമാക്കണമെന്ന ആർലേക്കറിന്റെ നിലപാടും വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. അടിമുടി രാഷ്ട്രീയക്കാരനായ ആർലേക്കറുടെ കരുനീക്കങ്ങളെ നേരിടുന്നതാവും പ്രധാന വെല്ലുവിളി. ജനുവരി 3-ാം വാരം നിയമസഭ തുടങ്ങും. പുതിയ വർഷത്തെ സഭ നയപ്രഖ്യാപനത്തോടെയാണ് തുടങ്ങുക. സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കേന്ദ്ര വിമർശനവും ഉള്ളടക്കമാവും. പുതിയ ഗവർണർ നയപ്രഖ്യാപനത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാകും. വിരമിച്ച ജഡ്ജിമാരായ V. ഷെർസി, അശോക് മേനോൻ എന്നിവരെ ഉപലോകായുക്തമാരായും PSC അംഗമായി ഋഷ T. ഗോപാലിനെയും നിയമിക്കാനുള്ള സർക്കാർ ശുപാർശ ഒപ്പിടാതെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ മടക്കം. പുതിയ ഗവർണർ ഇതിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതും കാത്തിരുന്ന് കാണേണ്ടി വരും. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറായി ഇന്നലെയാണ് ചുമതലയേറ്റത്. രാവിലെ 10:30 രാജ്ഭവനിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാരായ V. ശിവൻകുട്ടി, KN ബാലഗോപാൽ, P. രാജീവ് എന്നിവരും ശശി തരൂർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പങ്കെടുത്തു. ചീഫ് സെക്രട്ടറി, DGP, കര, നാവിക, വ്യോമസേന പ്രതിനിധികൾ എന്നിവരും ചടങ്ങിനെത്തിയിരുന്നു.